ഇന്ത്യയിലെ റോഡുകളിൽ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വാഹനങ്ങളുടെ ഹൃദയമിടിപ്പിൽ വലിയൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. 2025 ഏപ്രിൽ 1 മുതൽ രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ ലഭ്യമാകുന്ന ഇന്ധനം വെറും പെട്രോൾ മാത്രമല്ല, മറിച്ച് പരിസ്ഥിതിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഒരുപോലെ ഗുണകരമാകുന്ന രീതിയിൽ പരിഷ്കരിക്കപ്പെട്ട E20 ഇന്ധനമാണ്. പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലുടനീളം നടപ്പിലാക്കിയ ഈ വിപ്ലവകരമായ മാറ്റം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയിലും പരിസ്ഥിതി സംരക്ഷണത്തിലും ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ E20 പെട്രോൾ എന്നും നമ്മുടെ വാഹനങ്ങളെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കുമെന്നും നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. E20 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 80% ശുദ്ധമായ പെട്രോളും 20% എത്തനോളും ചേർന്ന മിശ്രിതമാണ്. ഇതിനു മുൻപ് നാം ഉപയോഗിച്ചിരുന്ന E10 ഇന്ധനത്തിൽ 10% മാത്രമായിരുന്നു എത്തനോളിന്റെ അളവ്. കാർഷിക വിളകളിൽ നിന്നും, പ്രത്യേകിച്ച് കരിമ്പ്, ചോളം, കേടായ ധാന്യങ്ങൾ എന്നിവയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജൈവ ഇന്ധനമാണ് എത്തനോൾ. ഇതിലുപരിയായി എത്തനോളിന് പെട്രോളിനേക്കാൾ ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉണ്ടെന്നത് എഞ്ചിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. സാധാരണ പെട്രോളിന് 91 മുതൽ 92 വരെ ഒക്ടേൻ റേറ്റിംഗ് ഉള്ളപ്പോൾ E20 മിശ്രിതത്തിന് ഏകദേശം 95 റോൺ വരെ കരുത്തുണ്ടാകും. ഇത് എഞ്ചിനുള്ളിലെ ഇന്ധന ജ്വലനം കൂടുതൽ സുഗമമാക്കുകയും എഞ്ചിൻ നോക്കിംഗ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇന്ത്യയെ പോലെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി കോടിക്കണക്കിന് വിദേശ നാണയം ചെലവഴിക്കുന്ന ഒരു രാജ്യത്തിന് E20 ഇന്ധനത്തിലേക്കുള്ള മാറ്റം വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ്. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയിൽ ഉണ്ടാക്കുന്ന ചാഞ്ചാട്ടങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കാറുണ്ട്. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോൾ പെട്രോളിൽ കലർത്തുന്നതിലൂടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാനും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും സാധിക്കും. കൂടാതെ നമ്മുടെ കർഷകർക്ക് ഇതൊരു പുതിയ വരുമാന മാർഗം കൂടിയാണ്. പഞ്ചസാര മില്ലുകൾക്കും ധാന്യ കർഷകർക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കാനും കാർഷിക മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ പദ്ധതിക്ക് കരുത്തുണ്ട്. പുതിയ ഇന്ധനം വരുമ്പോൾ വാഹന ഉടമകളുടെ മനസ്സിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം തങ്ങളുടെ വാഹനത്തിന് ഇത് അനുയോജ്യമാണോ എന്നതാണ്. 2023 ഏപ്രിൽ മാസത്തിന് ശേഷം പുറത്തിറക്കിയ മിക്കവാറും എല്ലാ വാഹനങ്ങളും E20 ഇന്ധനത്തിന് അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. BS6 Phase 2 മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എഞ്ചിനുകളിൽ E20 പെട്രോൾ യാതൊരു പ്രശ്നവുമില്ലാതെ ഉപയോഗിക്കാം. വാഹന നിർമ്മാതാക്കൾ ഇത്തരം വാഹനങ്ങളിലെ ഇന്ധന പൈപ്പുകൾ, സീലുകൾ, എഞ്ചിൻ ഘടകങ്ങൾ എന്നിവ എത്തനോളിന്റെ രാസപ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ പുത്തൻ വാഹനങ്ങൾ വാങ്ങിയവർക്ക് ആശങ്കയുടെ ആവശ്യമില്ല. എന്നാൽ പഴയ വാഹനങ്ങളുടെ കാര്യത്തിൽ ചിത്രം അല്പം വ്യത്യസ്തമാണ്. എത്തനോളിന് ജലം വലിച്ചെടുക്കാനുള്ള ശേഷിയുണ്ട്. ഇത് പഴയ വാഹനങ്ങളിലെ ലോഹനിർമ്മിതമായ ഇന്ധന ടാങ്കുകളിൽ തുരുമ്പെടുക്കാൻ കാരണമായേക്കാം. കൂടാതെ എത്തനോൾ ഒരു നല്ല ലായകമായതിനാൽ പഴയ എഞ്ചിനുകളിലെ റബ്ബർ ഭാഗങ്ങളെയും പ്ലാസ്റ്റിക് സീലുകളെയും കാലക്രമേണ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ ഇന്ധനക്ഷമതയിൽ നേരിയ കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. എത്തനോളിന് പെട്രോളിനേക്കാൾ ഊർജ്ജ സാന്ദ്രത കുറവായതിനാലാണ് മൈലേജിൽ 5 മുതൽ 10% വരെ കുറവുണ്ടാകുന്നത്. എങ്കിലും എഞ്ചിൻ ട്യൂണിങ്ങിലൂടെയും കൃത്യമായ അറ്റകുറ്റപ്പണികളിലൂടെയും ഈ പ്രതിസന്ധിയെ ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ E20 ഇന്ധനം വലിയൊരു മുതൽക്കൂട്ടാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രോ കാർബണുകൾ എന്നിവയുടെ അളവ് കുറയ്ക്കാൻ എത്തനോൾ മിശ്രിതം സഹായിക്കുന്നു. സസ്യങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന എത്തനോൾ അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുവിക്കുന്ന കാർബൺ ആ ചെടികൾ വളരുന്ന സമയത്ത് തന്നെ ആഗിരണം ചെയ്യുന്നതിനാൽ ഇതൊരു സുരക്ഷിതമായ ഊർജ്ജ ചക്രമായി മാറുന്നു. ആഗോളതാപനം വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ഈ തീരുമാനം ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയാണ്. തീർച്ചയായും E20 ഇന്ധനങ്ങളിലേക്കുള്ള മാറ്റം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ വലിയ തോതിൽ വെള്ളം ആവശ്യമായി വരുന്നത് പരിസ്ഥിതി പ്രവർത്തകർക്കിടയിൽ ചർച്ചകൾക്ക് വഴിമാറിയിട്ടുണ്ട്. അതുപോലെ ആഭ്യന്തരമായി ആവശ്യമായിട്ടുള്ള അത്രയും എത്തനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എങ്കിലും രാജ്യത്തിന്റെ ദീർഘകാല താൽപര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ ഗുണങ്ങളാണ് ദോഷങ്ങളെക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്. പഴയ വാഹനങ്ങൾ ഉള്ളവർ ഇന്ധന ഫിൽട്ടറുകൾ കൃത്യസമയത്ത് പരിശോധിക്കുന്നതും ടാങ്കിനുള്ളിൽ ജലാംശം കടക്കാതെ നോക്കുന്നതും എഞ്ചിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും.
ഇന്ത്യൻ വാഹന വിപണി ഇപ്പോൾ ഒരു വലിയ പരിവർത്തന ഘട്ടത്തിലാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ കടന്നുവരവിനൊപ്പം തന്നെ നിലവിലുള്ള ഇന്ധന എഞ്ചിനുകളെ കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യമാണ് E20 പെട്രോളിലൂടെ സർക്കാർ നടപ്പിലാക്കുന്നത്. ഇത് കേവലം ഒരു ഇന്ധന മാറ്റം മാത്രമല്ല, മറിച്ച് ഊർജ്ജ കാര്യക്ഷമതയിലും സ്വയം പര്യാപ്തതയിലും ഇന്ത്യ കൈവരിച്ച ഒരു വലിയ ചുവടുവയ്പ്പാണ്. ഈ മാറ്റത്തെ ഉൾക്കൊള്ളുന്നതിലൂടെ വരും തലമുറയ്ക്കായി കൂടുതൽ ശുദ്ധമായ ഒരു അന്തരീക്ഷം ഒരുക്കാൻ നമുക്ക് സാധിക്കും. വരും വർഷങ്ങളിൽ എത്തനോളിന്റെ അളവ് ഇതിലും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തുകളിൽ സർവ്വസാധാരണമാകുമെന്നതിൽ സംശയമില്ല. ഈ ഹരിത വിപ്ലവത്തിൽ പങ്കാളികളാവുക എന്നത് രാജ്യസ്നേഹത്തോടൊപ്പം തന്നെ പ്രകൃതിയോടുള്ള നമ്മുടെ കടമ കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.